ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ഇന്ന് ഏത്തപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ബൗള് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ജീരകവും ഏലക്കായയും ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ പുറം ഭാഗം കളഞ്ഞെടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായുടെ പുറന്തോട് കളഞ്ഞ 2 ഏലക്കായുടെ കുരു മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏലക്കായുടെ പൊടി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. അപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ആവി ഒന്ന് കയറ്റിയെടുക്കണം. ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ തട്ടിൽ ഇതുപോലെ ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം ഉരുളകളാക്കിയതൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് സ്വല്പം തേന് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക കൂടി ചെയ്യണേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി തേനിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. തേന് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ശർക്കരപ്പാനിയിലും ഇത് തയ്യാറാക്കി എടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുന്ന ഭാഗത്ത് ഒരു ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്തിടണേ. തേനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.